ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. സങ്കീർത്തനം 119:30 തിരുവചനം. ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തപസ് കാലം 2-ാം വാരം വെള്ളിയാഴ്ചയിൽ തിരുസഭ നമുക്ക് നൽകുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 43 വരെയും 45-46 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ് ഈ സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നത്. ഒരു വീട്ടുടമസ്ഥൻ മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിക്കുകയും അത് കൃഷിക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വിളവെടുപ്പ് കാലം വന്നപ്പോൾ ആ വിളവും എന്തിനേറെ കൃഷിഭൂമി തന്നെയും ആ കൃഷിക്കാരുടെ സ്വന്തമാക്കാൻ നോക്കുന്നു. വീട്ടുടമസ്ഥന്റെ ഭൃത്യന്മാരെയും ഇതിനെല്ലാം അവകാശിയായ തൻ്റെ പുത്രനെ പോലും അവർ കൊന്നുകളയുന്നു. ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കപ്പെട്ടവർ നിരുത്തരവാദപരമായി പെരുമാറുന്ന അവസ്ഥ, വിശ്വസ്തരായിരിക്കേണ്ടവർ അവിശ്വസ്തരായി തീർന്ന ഒരു സാഹചര്യം. ഈശോനാഥൻ ഈ ഉപമയിലൂടെ ഉദ്ദേശിക്കുന്നത് ഫരിസേയരെയും നിയമജ്ഞരെയുമാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ജനത അവിശ്വസ്തരായി ഹൃദയം കഠിനമാക്കി ദൈവത്തിൻ്റെ സ്നേഹ ഉടമ്പടിയിൽ നിന്ന് മാറി ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട് മിശിഹായെ തിരിച്ചറിഞ്ഞെങ്കിലും അറിയാത്തതുപോലെ ഭാവിച്ച് ജീവിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈശോ നമ്മെ നോക്കിയും പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസ്തരായിരിക്കുവിൻ. സങ്കീർത്തനം 100-ാം അധ്യായം 5-ാം തിരുവചനം. കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നുവെന്ന് നമുക്ക് ദൈവത്തോട് വിശ്വസ്തരായിരിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ദൈവത്തോട് എങ്ങനെ വിശ്വസ്തനായിരിക്കാനായിട്ട് സാധിക്കും? ആദ്യമേ ദൈവത്തെ പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങൾ പരസ്പരം വിശ്വസ്തരായിരിക്കുമ്പോൾ അത് ദൈവത്തോട് തന്നെയാണ് വിശ്വസ്തത പുലർത്തുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനത്തിലെ പ്രകാരം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ നൽകും. അപ്പോൾ നിങ്ങൾ പരസ്പരം ഒന്നായിത്തീരുന്നത് ദൈവത്താലാണെങ്കിൽ ആ ദൈവത്തോട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വിശ്വസ്തത പുലർത്തുന്നത്. അതുപോലെ മക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും വിശ്വസ്തരായിരിക്കുക. അതുപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു കാര്യം, നിങ്ങളുടെ ജോലികളും സമൂഹത്തിലെ ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തയോടെ, നീതിബോധത്തോടെ, ധാർമ്മികമായ ബോധ്യത്തോടും കൂടി നിർവഹിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് തന്നെയാണ് വിശ്വസ്തരായിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, വിശ്വസ്തത എന്നത് ദൈവികമായ ദാനം തന്നെയാണ്. ഗലാത്യർ 5:22 ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആകയാൽ നമുക്ക് വിശ്വസ്തത എന്ന ആത്മാവിൻ്റെ ദാനത്തിൽ അഭിവൃദ്ധിപ്പെടാം. ദൈവത്തോടും ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളോടും വിശ്വസ്തയോടെ നിർവഹിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളായി തീരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.